ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ആരും അത്ര സുഖത്തിലൊന്നും അല്ല ഇരിക്കുന്നതെന്നറിയാം. രാജ്യം ഒരു യുദ്ധത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മളാരും അത്ര സന്തോഷത്തിലൊന്നും അല്ല ഇരിക്കുന്നത്. എങ്കിലും പഹൽഗാമിലുണ്ടായ കൂട്ടക്കൊലയിൽ എത്രയോ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ യാതൊരു കാരണവുമില്ലാതെ വെടിവെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ സഞ്ചാരികളായി പോയ ആൾക്കാരെ വെടിവെച്ച് കൊന്ന ആ വിഷമവും ആ ഞെട്ടലും നമുക്ക് മാറിയിട്ടില്ല. അതിനൊരു തിരിച്ചടി എന്തായാലും ഉറപ്പായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് നടത്തിയ സൈനിക നടപടി ഏറ്റവും അത്യാവശ്യമായിട്ടായിരുന്നു. ഭീകര മേഖലകളിൽ മാത്രമായിരുന്നു അവർ സൈനിക നടപടി ചെയ്തത്. ഇത്രയും സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഒരു വെടിവയ്പ്പായിരുന്നല്ലോ പഹൽഗാമിൽ നടന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെ പേരിട്ടത്. അത് ഏറ്റവും ഉചിതമായ ഒരു പേര് തന്നെയാണ് ഇട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ നടപടി മൂലം കുറച്ച് ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർത്തു. എങ്കിലും അവർ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മിസൈൽ ആക്രമണവും അതുപോലെ ഷെല്ലാക്രമണവും ഒക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നത് തടുക്കാൻ നമുക്ക് കഴിഞ്ഞു. എങ്കിലും ഒരു യുദ്ധ ഭീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾക്ക് അത്ര എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിർത്തിയിലുള്ള ജവാന്മാരെയും അതുപോലെ അതിർത്തിയിൽ താമസിക്കുന്ന പാവങ്ങളായ ജനങ്ങളെയൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. യുദ്ധങ്ങളൊന്നും വരല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഈ പട്ടാളക്കാർക്കുണ്ടാവുന്ന അതേ മാനസിക വിഷമങ്ങളും അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ടി വിയുടെ മുന്നിലൂടെ ഇരുന്ന് കാണുമ്പോൾ അറിയുന്നില്ല. അവരവിടെ ഒരുപാട് യാതനകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ സുഖമായിട്ടിരുന്ന് ടി വി കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കുക. പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പട്ടാളക്കാരുടെ ഭാര്യമാർ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരും ഒക്കെ ഇപ്പോൾ എത്രത്തോളം വിഷമിക്കുകയും അവർ എത്രത്തോളം മാനസികമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾക്കും അതുപോലെ ഉള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ നമ്മളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് നന്നായിട്ട് അറിയാൻ പറ്റും. എങ്കിലും രാജ്യം ഒരു അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും പട്ടാളക്കാർ അവരുടെ ആ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ. അവരത് നല്ല കൃത്യമായിട്ട് തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇപ്പോഴും അവിടെ സഞ്ചാരികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കാശ്മീരിലല്ല, ഡൽഹിയിലൊക്കെ പോയിട്ട് അവർ ടി വിയിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും അവർ പറയുന്നില്ല. എങ്കിലും നല്ല ജാഗ്രതാ നിർദ്ദേശം എല്ലായിടവും കൊടുത്തിട്ടുണ്ടെന്നാണ് ടി വിയിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാശ്മീരിൻ്റെ ആ ഭാഗത്തും പഞ്ചാബിൻ്റെ സൈഡിലൊക്കെ നല്ല യുദ്ധം ഇപ്പോഴും അതിർത്തിയിൽ നടക്കുന്നുണ്ട്. അതിർത്തിയിൽ കൂടുതൽ BSF ജവാന്മാരും ആർമിക്കാരും ഒക്കെ ആണല്ലോ, അവർ നന്നായിട്ട് നടക്കുന്നുണ്ട്. ആകാശത്തിലൂടെയുള്ളതിനൊക്കെ എയർഫോഴ്സ് നന്നായിട്ട് മറുപടി ഇന്നലെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങളൊക്കെ ടി വിയിലൂടെ അറിയുന്നുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അവർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. എങ്കിലും നഷ്ടപ്പെടുന്നത് നമുക്കായിരിക്കും. നമ്മൾ ഒരു പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ രാജ്യത്തെ അത്രത്തോളം പുറകോട്ടടിക്കും. എങ്കിലും പാകിസ്ഥാൻ ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അത്രത്തോളം ഭീഷണിയൊന്നും ഇന്ത്യക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യുദ്ധമൊന്നും വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടുള്ള ജനതകൾക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. പിന്നെ എല്ലാം നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. യുദ്ധം ഉണ്ടാകരുതേ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ അതിർത്തിയിലുള്ള ജവാന്മാർക്കും അവരുടെ സുരക്ഷയ്ക്കും എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു യുദ്ധം വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് ടി വി കാണുകയും അതുപോലെ നമ്മുടെ അതിർത്തി ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകുന്നതും നല്ല മനസ്സമാധാനത്തോടെ നമ്മൾ ജീവിക്കുന്നതുമൊക്കെ അവിടെ പട്ടാളക്കാർ നന്നായിട്ട് അത് നോക്കുന്നത് കൊണ്ടാണ്.
ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് യാതൊരു പ്രകോപനവും ഉണ്ടാവാതെ ഇരിക്കട്ടെ. അവർക്ക് യുദ്ധം ചെയ്യാനുള്ള അതിൽ നിന്ന് അവർ പാകിസ്ഥാൻ പിന്മാറട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് കുട്ടികളെയും പാവങ്ങളും ഒക്കെ അതിർത്തിയിൽ താമസിക്കുന്നവരൊക്കെ മൃഗങ്ങൾക്ക് വരെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷെല്ലാക്രമണത്തിലൊക്കെ പരിക്കേറ്റ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ടി വിയിലൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനൊന്നും ഉണ്ടാവാതെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകട്ടെ എന്ന് കരുതുന്നു. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും മനുഷ്യർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും എല്ലാവരിലും ബാധിക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യുദ്ധങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ നിന്ന് എല്ലാവരും ഒരു പാഠം പഠിക്കട്ടെ. വർഗീയമായ രീതികളിലുള്ള പിന്നെ സംഭാഷണങ്ങളുമൊക്കെ നിർത്തട്ടെ എല്ലാവരും. അതുകൊണ്ട് വലിയ യുദ്ധമൊന്നും ഉണ്ടാവാതെ നമ്മുടെ രാജ്യം എത്രയും പെട്ടെന്ന് സന്തോഷവും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ ഇപ്പോൾ ഈ അവസരത്തിൽ തോന്നുന്നില്ല. തൽക്കാലം നിർത്തുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.